അവതരിപ്പിക്കുന്നത് ഒരു പൊളാരിമീറ്റർ എന്നുള്ളതാണ്. അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവായുള്ള ഒരു കോമ്പൗണ്ടിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ കണ്ടെത്താനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ പൊളാരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ലൈറ്റിൻ്റെ കോർപ്പസ്കുലർ തിയറിയാണ് ആദ്യം വന്നത്. ആ തിയറി അനുസരിച്ചിട്ട് ലൈറ്റ് ഒരു സ്ട്രൈറ്റ് ലൈനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ വേവ് തിയറി പ്രകാരം ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അതായത് അത് എല്ലാ ഡയറക്ഷനിലും ഈക്വലായി എല്ലാ ഡയറക്ഷനിലും ഈക്വലായി വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് എല്ലാ ഡയറക്ഷനിലും ഈക്വലായി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലൈറ്റിനെ ചില കോമ്പൗണ്ട്സ്, അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവായ കോമ്പൗണ്ട്സ്, അതിനൊരു ആപ്റ്റ് എക്സാമ്പിളാണ് ഷുഗർ സൊല്യൂഷൻ. അതിനൊരു ആപ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ ചില കോമ്പൗണ്ട്സ് എല്ലാ ഡയറക്ഷനിലുള്ളതിൻ്റെ വൈബ്രേഷനെ ചില പ്രത്യേക ഡയറക്ഷനിലേക്ക് മാത്രം കൺഫൈൻ ചെയ്യുന്നു. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കണ്ടെത്താനാണ് ഞങ്ങൾ ഈ പൊളാരിമീറ്റർ എന്നുള്ള ഇൻസ്ട്രുമെന്റ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഈ ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്തമായുള്ള 2 പൊളറൈസേഴ്സ് ആണ് ഇത്. ഒന്ന് PVA, പോളിവിനൈൽ ആൽക്കഹോൾ കോട്ടഡ് വിത്ത് അയഡിൻ, ആൻഡ് ദിസ് LCD. ഈ LCDയിലും ഇതേ മെറ്റീരിയലുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു പൊളറൈസർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാറുന്നതായി കാണാം. അതിന് പർട്ടിക്കുലർ സ്പോട്ടിലെത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നിന് നോർമലായി മാറുമ്പോൾ അവിടെ മാക്സിമം ഡാർക്ക്നെസ് വരുന്നതായിട്ടും കാണാം. അതാണ് ഇതിൻ്റെ ഈ ഇൻസ്ട്രുമെൻ്റ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത് ഒരു മിൽക്കി ബൾബാണ്. മിൽക്കി ബൾബ് ഒരു വൈറ്റ് ലൈറ്റ് സോഴ്സായി ആക്ട് ചെയ്യാണ്. അടുത്ത ഇതിൻ്റെ ഹയർ സ്റ്റെപ്പിൽ ഞങ്ങളിവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പൊളറോയിഡ് ഷീറ്റാണ്. ഈ പൊളറോയിഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ പോളിവിനൈൽ ആൽക്കഹോൾ പ്ലാസ്റ്റിക്കിൽ അയഡിൻ കോട്ട് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ മെക്കാനിക്കൽ സ്ട്രെസ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഈ പെർട്ടിക്കുലർ മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എല്ലാ അയഡിൻ പാർട്ടിക്കിൾസും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നു. അപ്പോൾ അതിനൊരു അനൈസോട്രോപ്പി എന്നുള്ള പ്രോപ്പർട്ടി കൈവരാണ്. അപ്പോൾ നെക്സ്റ്റ് ഹയർ സ്റ്റെപ്പിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു മൈക്ക ഷീറ്റ്. പിന്നെ ഈ സ്റ്റാൻഡിലാണ് നമ്മൾ സൊല്യൂഷൻ വെക്കുന്നത്. ഇത് ഒരു ഈ ഐ-പീസ് അതിന് വേറൊരു പൊളറോയിഡ് ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതൊരു അനലൈസറായി ആക്ട് ചെയ്യുന്നു. ഈ അനലൈസറും പോളറൈസറും ക്രോസ് പൊസിഷനിൽ വെക്കുന്ന സമയത്ത് ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഈ ഐ-പീസിൽ എത്തുന്നത് 0 ആണ്. അതായത് മാക്സിമം ഡാർക്ക് ആയിട്ടുള്ള പോയിന്റാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അങ്ങനെ ഈ ഐ-പീസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലൂടെ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വേരിയേഷൻ വരുന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ, അതായത് ഈ ഐ-പീസും ഈ പൊളറോയിഡ് ഷീറ്റും ക്രോസ് പൊസിഷനായുള്ള ടൈമിൽ നമുക്ക് മാക്സിമം ഡാർക്ക്നെസ് കിട്ടുന്നു, ഒരു ഡാർക്കസ്റ്റ് പോയിന്റ് കിട്ടുന്നു. പിന്നെ നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഒരു ഷുഗർ സൊല്യൂഷൻ ഈ ഇതിൽ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതുവരെ നമുക്ക് ഒരു ഡാർക്ക് സ്പോട്ടായിരുന്നു ഒബ്റ്റൈൻ ചെയ്തത്. ഈ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഈ സൊല്യൂഷൻ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ ഡാർക്ക് സ്പോട്ട് പോയി മറിഞ്ഞിട്ട് നമുക്കൊരു ബ്രൈറ്റ് സ്പോട്ട് കിട്ടി. വീണ്ടും നമുക്ക് ആ ഡാർക്ക് സ്പോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഡിഗ്രി കണ്ടിട്ട് ഈ ഐ-പീസ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര ഡിഗ്രി ആണോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, എത്ര ഡിഗ്രി ആ ഡാർക്ക് സ്പോട്ട് കിട്ടാൻ നമുക്ക് വീണ്ടും റൊട്ടേറ്റ് ചെയ്യണം, അതാണ് അതിൻ്റെ ഒബ്സർവ്ഡ് ആംഗിൾ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനിൽ ഒപ്റ്റിക്കൽ ആംഗിൾ ഒരു കോൺസ്റ്റൻ്റ് ആയി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് 10θ/LC എന്നുള്ളൊരു ഇക്വേഷൻ. ഇവിടെ L എന്ന് പറഞ്ഞത് ലെങ്ത് ഓഫ് ദ വാട്ടർ കോളം, C എന്ന് പറഞ്ഞത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഗിവൺ സൊല്യൂഷൻ. ഇതിൻ്റെ ഏറ്റവും വൈഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആൻറ്റിബയോട്ടിക് എക്സ്ട്രാക്ഷനിലാണ്. ഒരു എൻസൈം അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് നമ്മുടെ ബോഡിയിൽ നന്നായി ആക്ട് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ആക്റ്റീവ് സെൻറ്റേഴ്സിൽ ബൈൻഡ് ചെയ്യണം. ആ ബൈൻഡ് ചെയ്യാൻ ഒരു എൻസൈമിന് അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക്കിന് നമ്മുടെ ആക്റ്റീവ് സെൻറ്റേഴ്സിൽ ബൈൻഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് പറയുക ബൈൻഡിങ് അഫിനിറ്റി. ഈ ബൈൻഡിങ് അഫിനിറ്റി വളരെയധികം പ്രകടിപ്പിക്കുന്ന മിക്ക ആൻറ്റിബയോട്ടിക്സും ലീവർ റൊട്ടേറ്ററി ആയിരിക്കും. അതായത് അതിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഒരു ആൻറ്റിബയോട്ടിക്, ഒരു പെർട്ടിക്കുലർ മെഡിസിൻ നമ്മൾ ആദ്യം എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ ഒരു കെമിക്കലിന് മെഡിസിൻ വാല്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ ആദ്യമായി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പൊളാരിമീറ്റർ. അപ്പോൾ പൊളാരിമീറ്റർ ഉപയോഗിച്ച് അതിന് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ കടമ്പ കഴിഞ്ഞു. പിന്നെ അതിനൊരു മെഡിസിനൽ വാല്യൂ ഉണ്ടായേക്കാം എന്നുള്ളൊരു അസംഷനിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി കണ്ടെത്താനാണ്. ഒരു ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിൽ അത് എക്സ്ട്രീം 100% പ്യുവർ ആണെങ്കിൽ അത് കാണിക്കുന്ന ഒരു സ്പെസിഫിക് റൊട്ടേഷൻ, ആ കോൺസ്റ്റന്റ് റൊട്ടേഷൻ നമുക്ക് അക്യുറേറ്റ് ആയി ഒബ്റ്റെയിൻ ചെയ്യുന്നു.
പക്ഷേ അതിൽ വളരെ ഇമ്പ്യൂരിറ്റി വേറെ തരത്തിലുള്ള വല്ല ഇമ്പ്യൂരിറ്റി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പെസിഫിക് റൊട്ടേഷനിൽ ഒരു ഡീവിയേഷൻ, അതൊരു വേരിയേഷൻ നമുക്ക് കാണാം. ആ വേരിയേഷനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവാം തന്നിരിക്കുന്ന ഗിവൺ സാമ്പിൾ 100% പ്യുവർ അല്ല എന്ന് നമുക്ക് മനസ്സിലാവാം. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള തിങ്സ് വെച്ച് ലോ കോസ്റ്റിൽ ഏറ്റവും സിമ്പിളായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ഞങ്ങളതിന് സെലക്ട് ചെയ്തിരിക്കുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് നോക്കാം. ഒരു ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ അല്ല എയറിൻ്റെ അതിൻ്റെ ഫ്ലോ എടുത്താൽ അതിൻ്റെ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് എടുത്താൽ അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും. ഒരു എയർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ് അതിൻ്റെ വെലോസിറ്റി കൂടിയാൽ ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കുറയും. അത് തെളിയിക്കുന്ന കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഇവിടെയുള്ള. ബോൾ ഹാങ് ചെയ്തിട്ടേക്കാണ്. ഇതിനിടയ്ക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് ഇവിടെ ഊതാൻ പോവുകയാണ്. നമുക്ക് കാണാൻ കഴിയും ഈ ബോൾ അടുത്ത് വരും. ഇതിന് പിന്നിലുള്ള തത്വം എന്താണെന്ന് വെച്ചാൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ. അതായത് ഞാൻ ഇതിനിടയ്ക്കേക്കടെ ഊതുമ്പോൾ ഇതിനിടയ്ക്ക് എയറുണ്ട്, ചുറ്റും എയറുണ്ട്. ഈ ഇടയ്ക്കേക്കടെ ഊതുമ്പോൾ ഈ രണ്ട് ബോളിനും ഇടയ്ക്കുള്ള എയറിൻ്റെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിയാൽ അവിടെ പ്രഷർ കുറയും. അപ്പോൾ ഈ നടുക്കൊരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യും. ചുറ്റും ഹൈ പ്രഷർ ആയിരിക്കും. ഈ ഹൈ പ്രഷർ ഈ ലോ പ്രഷർ ഏരിയയിലേക്ക് ഈ ബോളിനെ തള്ളും. അങ്ങനെയാണ് ഈ ബോൾ രണ്ടും അടുത്ത് വരുന്നത്. ഈ സെയിം എഫക്റ്റ് തന്നെയാണ് ഈ പൈപ്പിൻ്റെ അറ്റത്ത് 2 പേപ്പർ സ്ട്രിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഊതുവാണ്. നമുക്ക് കാണാൻ കഴിയും പേപ്പർ സ്ട്രിപ്പ് അടുത്ത് വരും. എന്താ കാര്യം വെച്ചാൽ ഇതിനിടയ്ക്കേക്കടെ ഊതുമ്പോൾ ഈ പേപ്പറിൻ്റെ ഇൻസൈഡിൽ എയർ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. അപ്പം അവിടെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടി അവിടെയുള്ള എയറിൻ്റെ പ്രഷർ കുറയും. ചുറ്റും ഹൈ പ്രഷർ ആയിരിക്കും. ഈ ഹൈ പ്രഷർ ഈ ലോ പ്രഷർ ഏരിയയിലേക്ക് പേപ്പറിനെ തള്ളും. അങ്ങനെ പേപ്പർ അടുത്ത് വരും. വിമാനത്തിൻ്റെ ചിറക് അതിൻ്റെ ഫ്രണ്ട് എൻ്റെ സ്ലൈറ്റ്ലി കെയർഡ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിമാനം ടേക്ക് ഓഫിനായിട്ട് റൺവേക്കടെ കുറേ ദൂരം ഓടുമല്ലോ. അപ്പം എയർ ഈ മോളിക്കടയും ഈ വിങ്ങിൻ്റെ മോളിക്കടയും താഴേക്കടയും എയർ പോകും. ഈ അടിക്കടെ പോകുന്ന എയറിന് വേറെ യാതൊരു ഡീവിയേഷനും ഇല്ലാണ്ട് അത് അങ്ങനെ തന്നെ അങ്ങാപ്പുറം. പക്ഷേ ഈ മുകളിൽ ഇങ്ങനെ ഒരു കെയർവ്ഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഇതിനെ കുറച്ച് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും. ഈ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ഇതിന് കണ്ടിന്യൂറ്റി നിലനിർത്താൻ വേണ്ടി ഈ മുകളിൽ പോകുന്ന എയറിൻ്റെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോൾ ഈ മുകളിലുള്ള പ്രഷർ കുറയും. താഴെ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ ഹൈ പ്രഷർ ഈ ലോ പ്രഷർ ഏരിയയിലേക്ക് ഈ വിങ്ങിനെ ലിഫ്റ്റ് ചെയ്യണം. ഒരു ഹെയർ ഡ്രയർ വെച്ച് ഈ വിങ്ങിലേക്ക് ഞാൻ കാറ്റടിപ്പിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരു വിങ് വെച്ചപ്പോൾ ഇത് പൊങ്ങില്ല. കാര്യം വെച്ചാൽ ഇതിന് മുകളിലും താഴെയും എയറിൻ്റെ പ്രഷറിന് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഇത് പൊങ്ങില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ഫോയിലിൻ്റെ സ്ട്രക്ചർ, ഈ സ്ട്രക്ചറിന് പറയുന്നത് എയറോഫോയിൽ സ്ട്രക്ചർ എന്നാണ്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ വെച്ച് നമുക്ക് കാറ്റടിപ്പിച്ച് വെക്കാം. ഈ വിങ് ലിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓട്ടോമാറ്റിക് വാട്ടർ പമ്പിംഗ് ആൻഡ് ടോയ്ലറ്റ് ക്ലീനിങ് സിസ്റ്റം എന്നാണ് ഈ സിസ്റ്റത്തിൻ്റെ പേര്. നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം കാണാം. അപ്പോൾ പേര് പോലെ തന്നെ ഓട്ടോമാറ്റിക്കായി തന്നെ വാട്ടർ പമ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ ക്ലീനിങ്ങാണ് നമ്മൾ ഈ സിസ്റ്റം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഏകദേശം 1 HP അല്ലെങ്കിൽ 2 HP മോട്ടർ നമ്മൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നു. എന്നാൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് അതുപോലെ തന്നെ വലിയ സ്ഥാപനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ പവറുള്ള മോട്ടർ ഉപയോഗിച്ച് നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഇലക്ട്രിസിറ്റി അതിന് ആവശ്യമുണ്ട്. അപ്പോൾ ആ എനർജി നമ്മൾ വേറൊരു എനർജി കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും എനർജി സേവ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ എനർജി സേവ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രോബ്ലമാണ് ടോയ്ലറ്റുകളുടെ ശോചനീയാവസ്ഥ. അപ്പോൾ ടോയ്ലറ്റുകൾ ശുചിയാവാത്തത് കാരണം നമ്മുടെ രോഗങ്ങൾ പകരുന്നു. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടി നമ്മുടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കാണാം. ഓട്ടോമാറ്റിക് വാട്ടർ പമ്പിംഗ് സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം ഈ ഗേറ്റാണ്. ഈ ഗേറ്റ് നമ്മൾ സ്ഥാപിക്കുന്നത് സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങളുടെ എൻട്രൻസിലാണ്. അപ്പോൾ എൻട്രൻസ് സ്ഥാപിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ഗേറ്റ് റൊട്ടേറ്റ് ചെയ്യും. ഈ ഗേറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു വെർട്ടിക്കലായിട്ടുള്ളൊരു റൊട്ടേഷനാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ വെർട്ടിക്കലായിട്ടുള്ള റൊട്ടേഷനെ നമ്മൾ ഈ ഷാഫ്റ്റ് ഉപയോഗിച്ച് ഹൊറിസോണ്ടലായിട്ട് റൊട്ടേഷനാക്കി ഈ ആക്സിസിനെ കറക്കുന്നു. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഈ ആക്സിസ് കറങ്ങുന്ന സമയത്ത് ഈ ചെറിയ ഡ്രം കറങ്ങുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചെറിയ ഡ്രം കറങ്ങുമ്പോൾ ഇതാണ് നമ്മുടെ കിണർ. അപ്പോൾ കിണറിനടിയിൽ ഒരു വലിയ ഡ്രം ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഡ്രം കറങ്ങുന്ന സമയത്ത് വലിയ ഡ്രം കറങ്ങി വെള്ളം ഇങ്ങനെ മുകളിലോട്ടേക്ക് പമ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ വെള്ളം ഇങ്ങനെ ഈ ഡ്രം വഴി മുകളിലോട്ടേക്ക് പമ്പ് ചെയ്യുന്നു. വെള്ളം മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ സംവിധാനത്തിലേക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ ടാങ്കിലേക്ക് വെള്ളം എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വൈദ്യുതിയുടെ യാതൊരുവിധ ഉപയോഗമില്ലാതെ തന്നെ നമുക്ക് വെള്ളം ടാങ്കിലേക്ക് പമ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമ്മൾ ആവശ്യമായ എനർജിയുടെ രൂപത്തിലേക്ക് മാറ്റുന്നത്. യാതൊരുവിധ എനർജിയും ഇല്ലാതെ തന്നെ നമ്മൾ മെയിൻ ടാങ്കിലേക്ക് വെള്ളം എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ മെയിൻ ടാങ്കിൽ നമ്മളൊരു ഫ്ലഷിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലഷിൽ നിന്ന് സാധാരണ ഫ്ലഷിൻ്റെ അതേ മെത്തേഡാണ്. ഈ ഫ്ലഷിൻ്റെ അടിഭാഗത്തു നിന്നും ഈ സിസ്റ്റത്തിൽ നിന്ന് ഈ ടോയ്ലറ്റിൻ്റെ ഈ വാൾവിലേക്ക് നമ്മളൊരു ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടോയ്ലറ്റിൻ്റെ മോഡൽ.
നമ്മൾ ഇവിടെയാണ് വേസ്റ്റ്, അതായത് മൂത്രം യൂറിൻ ഇവിടെയാണ് വരുന്നത്. ഈ ടോയ്ലറ്റ് ഉണ്ടാകുന്ന വേസ്റ്റ്, അതായത് യൂറിൻ, ഈ ട്യൂബ് വഴി നമ്മൾ ഈ ചെറിയ ടാങ്കിലേക്ക് കളക്ട് ചെയ്യുന്നു. ഈ ടാങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ എയറുള്ള, അതായത് വെള്ളത്തിനൊപ്പം ഉയർന്നു വരുന്ന ഒരു ബോളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ബോൾ എന്ന് വെച്ചാൽ ബോളിന് പെർപെൻഡിക്കുലറായി ഒരു പിസ്റ്റൺ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടോയ്ലറ്റിൽ വരുന്ന വേസ്റ്റ് ഈ ട്യൂബ് വഴി ഈ ടാങ്കിലേക്ക് കളക്ട് ചെയ്യുമ്പോൾ മൂത്രത്തിൻ്റെ ലെവൽ ഉയർന്നു വരുന്നതിനനുസരിച്ച് ബോൾ ഫ്ലോട്ട് ചെയ്ത് വരുന്നു. ഫ്ലോട്ട് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഈ പിസ്റ്റൺ ഉയർന്നു വരുന്നു. പിസ്റ്റൺ വന്ന് തട്ടുന്നത് ഒരു ലീവ് സ്വിച്ചിലാണ്. ഈ സ്വിച്ചാണ് നമ്മുടെ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 റിലേ സ്വിച്ച് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ഓൺ ആകുമ്പോൾ ഒന്നാമത്തെ റിലേ ഓണായി വാൾവ് ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ റിലേ സ്വിച്ച് ഓൺ ആകുമ്പോൾ ശുചീകരണത്തിൻ്റെ മോട്ടർ ഓണായി ടോയ്ലറ്റ് ഓട്ടോമാറ്റിക്കായി തന്നെ ശുചീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ശുചീകരിച്ചതിന് ശേഷം ബാക്കിയുള്ള മലിനജലവും മറ്റും ഇതേ ട്യൂബ് വഴി തന്നെ ഈ ടാങ്കിലേക്ക് കളക്ട് ചെയ്യുന്നു. ടാങ്ക് കളക്ട് ചെയ്യുമ്പോൾ നേരത്തെ ഉയർന്നിരുന്ന ഈ പിസ്റ്റൻ്റെ മറുഭാഗമായി ഈ ലിവർ താഴുകയും ഈ ട്യൂബ് താഴുകയും ചെയ്യുന്നു. ഈ ലെവലിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ട്യൂബ് താഴുമ്പോൾ ഇതിലുള്ള വേസ്റ്റ് ഫുള്ള് സെപ്റ്റിക് ടാങ്കിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കുന്നതാണ്. നിശ്ചിതമായ ഇടവേളകളിൽ ഒരു 50-100 ആളുകൾ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ വാട്ടർ പമ്പിങ്ങും അതോടൊപ്പം തന്നെ ടോയ്ലറ്റ് ക്ലീനിങ്ങും സാധ്യമാണെന്നാണ് ഈ മോഡലിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇതിപ്പോൾ യൂറിനായി സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് യൂറിൻ ഒരു നിശ്ചിത ആൾക്കാർ പാസ് ചെയ്യുകയാണെന്ന് ആയിരിക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയും ബോൾ ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യും. ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സ്വിച്ച് ഓൺ ചെയ്ത് ഇവിടെയുള്ള വാൾവ് ഓപ്പൺ ആവുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്.